അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഹദീസ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ, ചീത്ത ഒരു പ്രവർത്തനം നമ്മൾ ചെയ്താൽ, വേണ്ടാത്തൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്താൽ, കാന അലൈഹി വിസ്റുഹ, അത് ചെയ്തതിന്റെ കുറ്റം നമ്മൾക്കുണ്ട്. വവിസ്റു മൻ അമില ബിഹ, ആരൊക്കെയാണോ അത് ഫോളോ ചെയ്യുന്നത് അവരുടെ ഹറാം നമ്മൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു സ്ത്രീകളുടെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതും ഭർത്താവിന്റെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതൊക്കെ ആരൊക്കെയാണോ ഈ ഹറാം കാണുന്നത് ആ വെച്ച ആൾക്കാണ് ഈ ഹറാമിന്റെ ഏട്. അത് കണ്ട ആൾക്കുണ്ട്, വെച്ച ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ ഹറാമിൽ നമ്മൾ നിൽക്കണ്ട. മിൻ ഗൈരി അൻ യുൻഖസ മിൻ ഔസാരിഹിം ഷൈഅ, അവരുടെ ആ കണ്ട ആളുകളുടെ തിന്മയിൽ നിന്ന് ഒന്നുപോലും കുറയ്ക്കാതെയാണ് അല്ലാഹു ഇവർക്കൊക്കെ തിന്മകളുടെ കുറ്റങ്ങൾ, അതിന്റെ ശിക്ഷകൾ അല്ലാഹു നൽകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. ഇനി ഒരൊറ്റ ആയത്തും കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. പ്രത്യേകാലായി 8 മണിക്ക് തുടങ്ങിയപ്പോൾ 8:15 ഇൻഷാ അല്ലാഹ് നിർത്താനുള്ള സമയം നിർത്താം. ഏതായാലും 10:15 ഇനി മാക്സിമം പോയ ഒരു 15 മിനിറ്റ് ദുആക്ക് കഴിയുമ്പോൾ 1/2 മണിക്കൂർ എത്ര ഇരുന്നൂടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഒരൊറ്റൊരു ആയത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ആയത്താണ് പൊന്ന സഹോദരങ്ങളെ ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളിലേക്ക് ഒരു ചെമ്മാടിയായ ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ, വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ, ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല, ഫതബയ്യനൂ, നിങ്ങൾ സൂക്ഷ്മമായി അതിനെ പരിശോധിക്കണേ. സൂക്ഷ്മമായി പരിശോധിക്കണം. ഒരു വാർത്ത നിങ്ങളിലേക്ക് ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ അതിനെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാതെ, അതിനെ നിങ്ങൾ പരീക്ഷിക്കാതെ, പരിശോധിക്കാതെ നിങ്ങൾ ഫോർവേഡ് ചെയ്യല്ല, ഷെയർ ചെയ്യല്ല എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. നോക്കണം, ഇതൊക്കെ വാട്സപ്പിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ നിങ്ങളിലേക്ക് ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ, ഇന്ന് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്തൊരു മീഡിയ പറഞ്ഞു. ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത മീഡിയ ഏതാ? വാട്സപ്പ് അല്ലേ? അതിൽ വന്ന് എന്തെങ്കിലും നമ്മൾക്ക് സത്യമായി വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പെട്ടെന്ന് നമ്മുടെ മാമുക്കോയ മരിച്ചുപോയി എന്നറിയോ? എത്ര വട്ടം മരിച്ചുപോയി നമ്മുടെ മാമുക്കോയ. എന്നിട്ട് പാവം ഏതോ ഒരു ഫിലിമിന്റെ ആ ഒരു സൈറ്റിൽ നിന്നിട്ട് ഫോൺ വിളിച്ചേ ഞാൻ മരിച്ചിട്ടൊന്നുമില്ലേ വിളിച്ചു പറയേണ്ട അവസ്ഥയാണ്. എത്ര വട്ടം ഈ പാട്ടുകാരായ ആളുകൾ, നടന്മാർ, അങ്ങനെ പലരും എന്തിന് പണ്ഡിതന്മാരെ വരെ കൊലപ്പെടുത്താൻ ഇല്ലാതെ മരിക്കാത്ത പച്ചനുണകൾ, കല്ല് വെച്ച നുണകൾ പറയാൻ ഇതിന് ധൈര്യമുണ്ടല്ലോ എന്ന് ഓർത്തുപോവാണ് ചില ആളുകൾ. ഇത് ഷെയർ ചെയ്യാൻ ചില ആളുകൾ. ഈ ഷെയർ ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുമ്പോ ആ തുടക്കത്തിൽ കുറിച്ച ആള് ചിന്തിക്കുന്നില്ലേ ഇതിന്റെയൊക്കെ തെറ്റ് എനിക്കാണ് വരുന്നത്, ഞാനാണ് താങ്ങേണ്ടത് എന്ന്. നിങ്ങളുടെ അടുത്തേക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ, ഒരു വാർത്തയുമായി വന്നാൽ, മൊബൈൽ ഫോൺ തുറന്നു നോക്കുമ്പോൾ ഇല്ലാത്തൊരു വാർത്ത ഉണ്ടോ എന്ന് ഇല്ലേ എന്ന് നമ്മൾ ഉറപ്പില്ല. അങ്ങനെ ഒരു വാർത്ത വന്നാൽ പിന്നെ നീ എന്താണ് ചെയ്യേണ്ടത്? അത് ഡിലീറ്റ് ചെയ്യലാണ്, അല്ലാതെ അത് ഷെയർ ചെയ്യലല്ല. ഒരു വാർത്ത വന്നു ഉണ്ടോ ഇല്ല എന്ന് നിനക്ക് ഉറപ്പില്ല എങ്കിൽ നീ ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യലാണ്. ഇനി ഉണ്ട് എന്ന് നിനക്ക് തോന്നി, ഉള്ള വാർത്തയാണ്, പക്ഷേ മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന, മറ്റുള്ള ഒരാളെ വിഷമിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ അതും നീ ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യലാണ്. അല്ലേ? എങ്ങനെ ഒരു മുസ്ലിമിന് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പറ്റും? അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, നിന്റെ സഹോദരനല്ലേ മറ്റുള്ള ആളുകളൊക്കെ. لا يؤمن أحدكم حتى يحب لأخيه
മാ യുഹിബ്ബു ലിനഫ്സി, നിന്റെ സ്വന്തം ശരീരത്തിന് എന്തൊക്കെയാണോ നിനക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ മറ്റൊരാൾക്കും ഇഷ്ടപ്പെടാതെ ഒരാളും മുഅ്മിനാവൂല. ഇത് വല്ലാത്ത ഹദീസാണ്. ഏത് സൈക്കാട്രിസ്റ്റിനും പറയാൻ പറ്റാത്ത ഒരു സൈക്കോളജിക്കൽ ഒരു തീമാണ്, ഇതൊരു ആശയമാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ യുഹിബ്ബ ലിഅഖീഹി, നിന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നതുവരെ. മാ യുഹിബ്ബു ലിനഫ്സി, നിനക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെടണം. നിനക്ക് എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്തത് അത് നിന്റെ സഹോദരനും ഉണ്ടാവുന്നത് നിനക്ക് ഇഷ്ടമില്ലാതിരിക്കണം. എന്നെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലോ, എന്നാൽ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്നതും നിനക്ക് ഇഷ്ടമുണ്ടാവാൻ പാടില്ല. അതല്ലേ ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സി, നിനക്കിഷ്ടമുള്ളതൊക്കെ നിന്റെ സഹോദരനും ഉണ്ടാവാൻ നീ ഇഷ്ടപ്പെടണം. എങ്കിലും നീ മുഅ്മിനാവുന്ന. നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ. സഹോദരൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് വിഷമം, അവന് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷം. അങ്ങനെയല്ല വേണ്ടത്. അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോ നിനക്കും സന്തോഷം വേണം, അവർക്ക് ദുഃഖമുണ്ടാകുമ്പോ നിനക്കും ദുഃഖം വേണം. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ രീതി, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന വാർത്ത അത് ഉള്ളതാണ് എങ്കിലത് പറയാൻ പറ്റൂ. ഇല്ല, അത് ഗീബത്താണ്, അത് ഗീബത്താണ്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക മാ യക്റഹു, നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒന്ന് നീ പറയലാണ്. അവനിൽ ഉണ്ടെങ്കിൽ അത് ഗീബത്താണ്. നമ്മുടെ ഒരു സഹോദരന്റെ ഒരു കുറവ്, അവനിൽ കുറവുണ്ട്. ഒരു മന്ത്രിയാണെന്ന് കരുതുന്നത് നമ്മൾ. മന്ത്രി ഒരു കോഴ വാങ്ങിയെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഏതെങ്കിലും ഒരു മന്ത്രി കോഴയുടെ കേസിലോ സോളാറിന്റെ കേസിലോ പെട്ടു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് ഉള്ളതാണ്, ശരി, ഉള്ളതാണ്. പക്ഷേ ഉള്ളതുവരെ പറയൽ ഗീബത്താണ്. പക്ഷേ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാമെന്നാണ്. അൽ മുജാഹിർ ബിൽ ഫിസ്ഖ്, തെമ്മാടിത്തരം, ഹറാമുകൾ പരസ്യമായി ചെയ്യുന്ന ആളുടെ കുറ്റം പരസ്യമാക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. അതേപോലെ തന്നെ ളാലിമായ ഭരണാധികാരി, അക്രമിയായ ഭരണാധികാരി, നമ്മുടെ ഭരണാധികാരി അക്രമിയാണ്, നാടിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളാണ്, അഴിമതി നടത്തി തോന്നിവാസം നടത്തി ജീവിക്കുന്ന ഒരാളാണ്, അയാളെ കുറിച്ച് പറയുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് 6 പേരെ മഹാനായ ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട് ഗീബത്ത് പറയൽ അനുവദനീയമായ 6 പേരെ കുറിച്ച്. പക്ഷേ ഇവിടെ നമ്മൾ സങ്കല്പിക്കേണ്ടത് നമ്മൾക്കിത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? മറ്റൊരാളുടെ ഗീബത്ത് ഇല്ലാത്തത് പറഞ്ഞാൽ നീ ചെയ്തതൊരു ആരോപണമാണ്, അത് ഗീബത്തിനേക്കാളും വലിയ തെറ്റാണ്. അവനിൽ ഇല്ലേ, നീ പറയുന്ന ഒരു അഴിമതിയുടെയോ പെണ്ണിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെയ്തതൊരു ആരോപണമാണ്. അതൊരു പെണ്ണാണ്, ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ പെണ്ണാണെങ്കിൽ നിനക്ക് ഹദ്ദിന്റെ അവകാശിയാണ്, നിന്നെ ഹദ്ദടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഉള്ളതാണോ എങ്കിൽ അത് ഗീബത്താണ്. അൽ ഗീബത്തു അശദ്ദു മിൻ 30 ദിന. ഗീബത്ത് എന്ന് പറഞ്ഞാൽ 30 വ്യഭിചാരങ്ങളെക്കാളും വലിയ അപകടമാണ്. ഒരാൾ 30 പ്രാവശ്യം വ്യഭിചരിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ഒരാൾ ഗീബത്ത് പറയലാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ വാക്ക് കൊണ്ടുള്ള ഗീബത്ത് ഒരു പക്ഷേ അയാൾ കേട്ടതോടുകൂടി കഴിയും. പക്ഷേ സോഷ്യൽ മീഡിയകളിലുള്ള ഗീബത്ത് അത് മായ്ക്കാൻ പറ്റൂല. അത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. ഒരുപാട് ആളുകളുടെ ഫോണിന്റെ ഗാലറിയിൽ ഉണ്ടാകും ആ ഗീബത്ത്. അത്ര കാലം ആരൊക്കെയാണോ അത് കാണുന്നത്, യാ അല്ലാഹ്, ആയിരക്കണക്കിന് ഗീബത്തിന്റെ തെറ്റുകൾ എന്റെ ഏടിലേക്ക് കടന്നു വരും. എന്തേ വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണെന്ന് പറയാനുള്ള കാരണം എന്തേ? അത് കാരണം ഒരുപക്ഷെ ഒരു വ്യഭിചാരി അറിയാതെ തെറ്റ് ചെയ്തു അള്ളാഹുവിലേക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. പക്ഷേ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്നത് അങ്ങനെയല്ല. അള്ളാഹുവിനോട് കരഞ്ഞാലോ സ്വതക്ക ചെയ്താലോ സംഭാവന ചെയ്താലോ ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അയാളുടെ അടുത്ത് പോയി കാല് പിടിക്കണം, അതുകൊണ്ടാ വ്യഭിചാരത്തെക്കാളും അപകടമാണ് ഗീബത്ത് എന്ന് പറഞ്ഞത്. സോഷ്യൽ മീഡിയകൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് ഓൺലി ഗീബത്ത് പറയാനാണ് എന്ന് തോന്നിപ്പോവാണ്. ഓൺലി ഗീബത്ത് പറയാൻ ചാനലുകൾ തുറക്കുന്നതും അവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും ഗീബത്തുകൾ മാത്രമാണ്. നമ്മൾ കേൾക്കുന്നതും ഗീബത്ത് മാത്രമാണ്. ഡേഞ്ചറല്ലേ, അപകടമല്ലേ?